ഇനി നമ്മളുടെ എൻ്റെ ആത്മമിത്രം, നമ്മളിങ്ങനെ സഹോദരർ എന്നൊക്കെ പറയുന്ന ഗുരുവായി ഒരു ഗുരുവിൻ്റെ കൂടെ വർഷങ്ങളോളം കഴിയാനും ഒരേ നാട്ടിൽ ജനിച്ചവരാണ്. 30-35 വർഷത്തോളമായിട്ടുള്ള അടുപ്പമാണ്. വളരെ കുറച്ച് ഞങ്ങൾ കാണാറുള്ളൂ. പക്ഷേ ഞങ്ങളൊക്കെ തൊട്ട് തന്നിട്ടുള്ളൊരു വെളിച്ചമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകുമാറുണ്ട്, കുറേ പേരുണ്ട്, എല്ലാവരും. ഒരു ഗുരു എങ്ങനെയാണ് സ്നേഹ സാന്നിധ്യമായിട്ട് മനുഷ്യർക്കിടയിൽ മാറുക? നമുക്ക് പലപ്പോഴും ഈ ആശയത്തിൻ്റെ ബലമാണ്. വ്യക്തിബന്ധങ്ങൾക്ക് വളരെ, നമ്മളെ ഈ മതങ്ങളിലായാലും തത്വചിന്തകളിലായാലും ഒക്കെയുള്ള ഒരു പ്രോബ്ലം, ഒരു കൊടികുത്തിയാണ് മതി, അതിന് ചുറ്റും വന്ന് നിൽക്കുന്ന മനുഷ്യരൊക്കെ ഒന്നാണെന്ന് തോന്നിപ്പിക്കും. അവർക്കിടയിലൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. നിത്യനെ പോലെയുള്ള ഗുരുക്കന്മാർ ആ കൊടിയങ്ങ് കഴിച്ചു കളഞ്ഞവരാണ്. നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവും, കൊടി അവിടെ തനിയെ വന്നോളും. കൊടിക്ക് ചുറ്റും വട്ടം കറങ്ങലല്ല, വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം. അതിങ്ങനെ അതെപ്പോഴും ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സുധി ഇങ്ങനെ അവിടെ വന്ന്, സുധീനെ വിളിക്കുക കേട്ടോ, അവിടെ വന്നിങ്ങനെ കയറി നിൽക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു കുളിര് വരും. മിണ്ടണ്ട, പറയണ്ട, അത് പകർന്നു തരുന്ന ഒരു ഗുരുത്വമുണ്ട്. സ്നേഹമെന്ന് പറയുന്ന ഒരു ഗുരുത്വത്തിലേക്ക് കണ്ണി ചേർക്കപ്പെട്ട മനുഷ്യരൊക്കെ പരസ്പരം കാണുമ്പോൾ അത് ഫീൽ ചെയ്യും. ആ ഒരു ഇന്നർ ഫീലാണ് ശരിക്കും തന്നിൽ നിന്ന് അന്യമല്ല അപ്പുറത്തിരിക്കുന്നതെന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആന്തരികമായ, ലോലമായ, ഹൃദ്യമായ സ്നേഹ സാന്നിധ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രത്തെ മുക്താനന്ദ സ്വാമിയെ പലമതസാരവുമേകം ഗുരുനിത്യയുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. സഹനാ അവധു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ള ഷൗക്കത്ത്, ഈ സമീക്ഷ എന്ന ആശ്രമത്തിൻ്റെ ഹൃദയത്തുടിപ്പായ വയനാടത്തച്ഛൻ ശ്രോതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള വിശാല ഹൃദയരെ, ഷൗക്കത്തിൻ്റെ വാക്കുകൾ ഗുരുവിനെ ഉണർത്തുന്നതായിരുന്നു. നമ്മൾ ഗുരുവിൻ്റെ സവിധത്തിൽ കുറേ കാലം ഇരുന്ന് ഒരു അഗ്നിയിൽ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുകയായിരുന്നു. ഗുരു നിത്യയെ ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം
വലിയ ഒരു ആരാധ്യ പുരുഷനായിരുന്നു. അതും ഒരു 10-16 വയസ്സുള്ളപ്പോഴൊക്കെ നമുക്ക് ഗുരു നിത്യയുടെ പുസ്തകങ്ങൾ രുചിയുള്ളതായിട്ട് തീരുന്നത് ഒരു അപൂർവതയാണ്. അങ്ങനെ പുസ്തക വായനയിൽ താല്പര്യമുണ്ടായി. വായനയിലൂടെ ഗുരു അനാവൃതമാക്കിയ ജീവിതത്തിൻ്റെ അനന്തമായ ഒരു പ്രപഞ്ചം, അതിൽ മോഹമുദിച്ചു. നമുക്കും അങ്ങനെ ഒരു വിശാല ജീവിതം ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. അന്ന് തൊഴിലിനേക്കാളൊക്കെ വലുത് നമ്മളെന്തോ അത് നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് ആർജിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമൊന്നും ആയിരുന്നില്ല. അത് അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവർ ആദർശപരതയുള്ളവരാണ്. ആദർശപരത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നെഗറ്റീവ് വാക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് അവർ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ജീവിക്കണമെന്ന് തോന്നുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാർ കുറേ പേരുണ്ട്. അവരൊക്കെ തന്നെ ഗുരുനിത്യയിൽ ആകൃഷ്ടരായിരുന്നു. ഷൗക്കത്ത് വാസ്തവത്തിൽ അടുത്തടുത്ത് ഉള്ള ആളുകളാണ്, ഞാനും ഷൗക്കത്തും ഒക്കെ. അവിടെ ഒരു ഗുരുകുലമുണ്ട്. ആ ഗുരുകുലത്തിൽ വാസ്തവത്തിൽ ഞാൻ ഗുരുകുലത്തിലേക്ക് പോകുന്നതിന് ശേഷം ആണ് കൂടുതലും ഷൗക്കത്ത് ഗുരുകുലത്തിൽ വന്നു തുടങ്ങിയത്. അപ്പം എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, രമേശും സുനിയൊക്കെ. അവരൊക്കെ ഷൗക്കത്തായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. അവരെന്നോട് പറയും, ഒരു ചെറുപ്പക്കാരൻ ഫോണൊക്കെ വിളിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ, ചെറുപ്പക്കാരുണ്ട് നമ്മുടെ അവിടെ ഷൗക്കത്ത്. അപ്പം ഞാൻ ഗുരുകുലത്തിൽ വന്ന് ഊട്ടി ഗുരുകുലത്തിൽ താമസിക്കണം ഞാൻ. അപ്പം എന്നാലും ഗുരുവിൻ്റെ ഒരു 70ാമത്തെ പിറന്നാൾ ഗുരുകുലത്തിൽ വെച്ചിട്ട്, എങ്ങണ്ടിയൂർ ഗുരുകുലത്തിൽ വെച്ചിട്ട് കൂടിയിരുന്നു. അന്ന് ഷൗക്കത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അവിടെ. പിന്നെ ഊട്ടി ഗുരുകുലത്തിൽ വന്നു. ഊട്ടി ഗുരുകുലത്തിൽ ഞാനും ഷൗക്കത്തും ഒരുമിച്ചാണ് മിക്ക സമയങ്ങളിലും സഞ്ചരിച്ചിരുന്നതും വർത്തമാനം പറഞ്ഞിരുന്നതും ഒക്കെ. ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായ കുടിക്കാൻ എന്ന വ്യാജേന ഇറങ്ങും കുട്ടേട്ടൻ്റെ കടയിലേക്ക്. ചായ കുടിച്ച് അവിടെയുള്ള കാറ്റാടി മരങ്ങളുടെയും പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് എന്തൊക്കെയാണോ ഹൃദയത്തിലുള്ളത് അത് ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. ഗുരു എന്ത് പറയുന്നു, ഗുരു എന്ത് ചിന്തിക്കുന്നു, ഗുരു എന്ത് വിലയിരുത്തുന്നു, ഗുരു എന്ത് ആസ്വദിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും വർത്തമാനം പറയുന്നതിലുമായിരുന്നു ഞങ്ങളുടെ കൗതുകമൊക്കെ. അതിൽ ഗുരുവിൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഞങ്ങൾ പറയും. ഗുരു ഷൗക്കത്ത് വന്ന് ഇരുന്നാൽ ചിലപ്പോൾ ഗുരു എഴുതുന്നത് പരിശുദ്ധ ഖുർആൻ ഹൃദയാഞ്ജലികളായിരിക്കും. ഞാൻ വന്നിരുന്നാൽ എനിക്ക് തരുന്നത് ഋഗ്വേദമോ അല്ലെങ്കിൽ അതുപോലുള്ള ഭാഷാശാസ്ത്രമോ ഒക്കെ ആയിരിക്കും എഴുതാനായിട്ട് തരുന്നത്, എഴുതിയെടുക്കാനായിട്ട്. ഓരോരുത്തരുടെയും അന്തരംഗത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് ഗുരു ആ വ്യക്തിയെ അവരറിയാതെ വാർത്തെടുക്കുന്ന ഒരു മജീഷ്യനായിരുന്നു. അത്തരം ഒരു മാജിക്ക് നമ്മൾ ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്. മനുഷ്യനെ അവനറിയാതെ, അവനിൽ നോവ് വരുത്താതെ അവനെ പരിണമിപ്പിക്കുക. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു മാറ്റം ഒരാൾ ഉപദേശിച്ചാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യും, ചെറുക്കും അത്. കാരണം നമ്മളെല്ലാവരും ഞാൻ ശരിയാണ് എന്ന ഒരു സിദ്ധാന്തത്തിലാണ് ജീവിക്കുന്നത് എല്ലാവരും. ആ സിദ്ധാന്തം ഉള്ളത് കൊണ്ട് തന്നെ വേറൊരാൾക്ക് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമുക്ക് കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടനടി നമ്മൾ ചെറുക്കും. റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധത്തെ സൃഷ്ടിക്കും നമ്മൾ.
അത്തരത്തിലൊരു പ്രതിരോധത്തിൽ തന്നെയായിരുന്നു ഞാനും ഗുരുവിൻ്റെ അടുത്തെത്തുന്നത്. കാരണം ഗുരുവിൻ്റെ സവിധത്തിലെത്തുന്നത് വരെ ഗുരു എന്ന സങ്കല്പവും ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഒരു ശിഷ്യൻ എന്നത് വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ശിഷ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ശിഷ്യത്വം എന്നത് നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒന്നൊന്നുമല്ല. ഞാൻ ഗുരുവിൻ്റെ ശിഷ്യനാണ് എന്ന് എനിക്ക് സ്വയം പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ശിഷ്യനാകാൻ കഴിയില്ല. ഒരു ശിഷ്യഭാവത്തിലേക്ക് നമ്മൾ പരിണമിക്കുമ്പോൾ നമ്മളിൽ ചിലതെല്ലാം ഉരുകി ഒലിച്ചു പോകണം. ആ ഉരുകി ഒലിക്കുന്ന സാഹചര്യങ്ങൾ ഗുരു സവിധത്തിലും ഉണ്ടാകാറുണ്ട്, പലതരത്തിലും. നമ്മളല്ലാതാകണം. നമ്മളല്ലാതാകുന്ന ഒരിടമാണ് ഗുരുസവിധം എന്ന് പറയുന്നത്. അവിടെ ഗുരുവിന് നമ്മളെ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സർജൻ നമ്മളെ സർജറി ചെയ്ത് നമ്മളിലെ ക്യാൻസറസ് സെല്ലുകളെ എടുത്ത് മാറ്റുന്നത് പോലെ ഗുരുനിത്യ അവിടെ വരുന്ന ശിഷ്യഭാവം ഏകദേശമൊക്കെ ഉള്ള ആളുകളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ അത്തരം ഒരു കറക്ഷൻ നമ്മളിലൊക്കെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഷൗക്കത്ത് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ആ കുഗ്രാമത്തിലൂടെ തേരാപാര സഞ്ചരിച്ചിരുന്ന് നടന്നു പോയിരുന്ന ആളുകളാണ്. രാവിലെ എണീറ്റ് എവിടെയെങ്കിലും പോയിരുന്ന് ചുമ്മാ ഇന്ന് വർത്തമാനം പറഞ്ഞിരിക്കും. വലിയ ആദർശങ്ങളും വലിയ ചിന്തകളൊക്കെ സംസാരിക്കും. തത്വചിന്തകൾ, സാഹിത്യം ഒക്കെ സംസാരിക്കും. OV വിജയനും അതുപോലെ ആനന്ദും അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്തുകളാണ് പഠിക്കുകയുള്ളൂ. വലിയ ഗഹനമായ കാര്യങ്ങൾ പറയുന്നത് വലുതായിട്ട് പറയും. അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകളാണ്. പക്ഷേ ഗുരുവിൻ്റെ ഒരു ഗുരു അതുകൊണ്ട് തന്നെ അനിവാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലർക്കത് അനിവാര്യമാണ്. ആ അനിവാര്യത ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കാൻ ഇടയായത് എന്നത് ആണ് ഗുരുകൃപ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായ ഒരാവശ്യത്തെ നിർവഹിക്കുന്നതിൽ എൻ്റേതല്ലാത്ത ഒരു നിയോഗം എന്നിലേക്ക് കടന്നു വന്ന് എന്നെ തഴുകി ഉണർത്തി ജീവിതത്തിൽ ഒരർത്ഥമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്ന ഒരു മഹാസാന്നിധ്യത്തെയാണ് ഞാൻ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഗുരു നിത്യചൈതന്യതി ഒരു വ്യക്തിസത്ത എന്നതിനുപരി ഒരു ചൈതന്യവത്തായ സാന്നിധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിവിടെ ഗുരു നിത്യയുടെ പലമതസാരവും ഏകമെന്ന വിഷയത്തെ ഉപലബ്ധമാക്കിയാണ് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. മതം എന്നത് എക്കാലത്തും ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇന്ന് മതം വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ്. ചർച്ച ചെയ്യാൻ ആളുകൾ ഭയക്കുന്നു. അതിൽ നിന്ന് ചിലർക്കൊക്കെ വിപ്രതിപത്തി ഉണ്ടാകാം. ചിലർ അനുകൂലമായിട്ട് പറയാം. വാസ്തവത്തിൽ നമ്മൾ അപഗ്രഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ മതം എന്തെന്ന്. എന്താണ് മതം? വാട്ട്സ് റിലീജിയൻ? എന്താണ് മതം എന്നത്? ഒരർത്ഥത്തിൽ എനിക്ക് ഗുരു നിത്യചൈതന്യത തന്നെയായിരുന്നു ആദ്യം മതത്തെ സംബന്ധിക്കുന്ന വീക്ഷണത്തിൽ ഒരു വിശാലമായ ഭൂമികയിൽ ചിന്തിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഞാൻ നാരായണ ഗുരുവിൻ്റെ മതദർശനം എന്ന വിഷയത്തെ ആഴത്തിൽ പഠിക്കാൻ ഇടവന്നിട്ടുള്ളത്. വളരെ കഴിഞ്ഞാണത്. ഗുരു നിത്യയുടെ അടുത്ത് ഇരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഗുരുവിൻ്റെ താല്പര്യ മേഖലകളായിട്ടുള്ള ഹിന്ദുമതത്തിലെ വിവിധമായ ചിന്താപദ്ധതികളെ, ഷഡ്ദർശനങ്ങളെ, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇതൊക്കെ ഒരു മതങ്ങൾ തന്നെയാണല്ലോ. അത് പല മതങ്ങളാണ്. അതൊക്കെ മതഭേദങ്ങളുണ്ട് അവർക്കിടയിൽ. സാഖ്യനും അദ്വൈതവും തമ്മിൽ ചേരുന്നുമില്ല. ന്യായവും
സാഖ്യനും തമ്മിൽ ചേരില്ല, പൂർവമീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ ചേരുമൊന്നുമില്ല. അതിനിടയിൽ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന മതങ്ങളുണ്ട്. ഇതിനിടയിൽ തന്നെ നിരവധി മതഭേദങ്ങളുണ്ടെങ്കിലും ഒരിക്കൽ ഗുരു നിത്യ ആയിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഗുരുകുലത്തിൽ ആ വർഷത്തെ ഗുരുകുല കൺവെൻഷന് ഒരു പ്രബന്ധം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് മുനിനാരായണ പ്രസാദ് സ്വാമിജി, അന്നത്തെ അധ്യക്ഷൻ, അവിടുത്തെ അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് സ്വാമിജിയായിരുന്നു. വൈശേഷിക ദർശനത്തെക്കുറിച്ചാണ് എന്നോട് പഠിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വൈശേഷിക ദർശനം എടുത്ത് വെച്ച് പഠിക്കലാണ്, ആഴത്തിൽ പഠിച്ചിട്ട് എനിക്ക് ബോറടിച്ചു. അത് ബോറടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹത്തായിട്ട് കാണുന്നത് അദ്വൈതമാണ്. ആ അദ്വൈതം പഠിക്കുന്ന എനിക്ക് വിശിഷ്ടാദ്വൈതം പഠിച്ചിട്ട് എന്താ കാര്യം? അത് ദ്വൈത ദർശനമാണ്, അത് മെറ്റീരിയലിസ്റ്റിക്കാണത്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ചിന്താഗതിയിൽ എനിക്ക് ഒരു വൈരസ്യം തോന്നിയപ്പോൾ ഞാൻ നടക്കുന്ന സമയത്ത് ഗുരുവിനോട് പറഞ്ഞു, ഈ വിശിഷ്ടാദ്വൈതമൊക്കെ ഗുരു എന്തിനാണ് വെറുതെ എഴുതി വച്ചിരിക്കുന്നത് എന്ന്, ഇത് നമുക്ക് ആവശ്യമുണ്ടോ ഇതെല്ലാം എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ശുദ്ധിയല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കത് ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്തും തോന്നുമെങ്കിലും ഒരു ദർശനം ആവശ്യമില്ല എന്ന് ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ അധികം സംസാരിച്ചില്ല. ഗുരു അധികം ഒന്നും വിശദീകരിക്കുന്ന ആളല്ല. പല സന്ദർഭങ്ങളിലും അങ്ങനെ എനിക്ക് ഒരുപാട് ഇതുണ്ട്. നമ്മൾ തീരുമാനിക്കുന്നതാണോ വിശിഷ്ടാദ്വൈതം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് ആ തീരുമാനമാകൂ. എന്നിട്ട് കുറച്ച് നടന്നതിന് ശേഷം ഗുരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു, ഒരു പടവുകൾ കയറി മുകളിലെത്തുന്നത് പോലെയാണ് ജീവിതം. പടവുകൾ കയറി മുകളിലെത്തുന്നത് പോലെയാണ് ജീവിതം എന്ന് പറഞ്ഞു എന്നോട്. അപ്പം എനിക്ക് തോന്നി, വിശിഷ്ടാദ്വൈതം ഒരു പടവായിരിക്കുമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അത്രേ എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയുള്ളൂ. വിശിഷ്ടാദ്വൈതം ഒരു പടവ്, അപ്പം ഇനി ഞാൻ പടവുകൾ കയറാനുണ്ട് എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി. അത്തരം ചില സൂചനകളൊക്കെ ഗുരു തന്ന്. പക്ഷെ ഗുരു നമ്മളെ ചർച്ചകളിലേക്കൊന്നും നയിക്കുന്ന ഒരു വ്യക്തിയല്ല. കൂടുതൽ ചർച്ചകളൊന്നും, പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു അനാവശ്യമായ ചോദ്യങ്ങളോ ചർച്ചകളൊന്നും ഗുരുവായിട്ട് ചെയ്തിട്ടുമില്ല. ഗുരു പറയുന്നത് കേൾക്കും, കേട്ടുകൊണ്ടേയിരിക്കും. ആ കേൾക്കുന്നതിനെ കുറിച്ച് ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും. അതാണ് നമ്മളുടെ രീതി. അതിൽ നിന്ന് എനിക്ക് പിന്നീട് മനസ്സിലാകുന്നത്, ഗുരുവിന് ഈ ലോകത്തുള്ള എല്ലാ ദർശനങ്ങളെയും കോർത്തിണക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വിരുദുണ്ട് എന്നാണ്. ആ വിരുദിനെ പിന്നീട് ഗുരുദേവ ദർശനങ്ങളും നടരാജ ഗുരുവിൻ്റെ കൃതികളൊക്കെ പഠിച്ചപ്പോഴാണ് ഡയലക്റ്റിക്സ് എന്ന ഒരു ഡയലക്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറയും. കുറേ കൂടി സാങ്കേതികത്വമുള്ളൊരു പദമാണത്, ഡയലക്റ്റിക്കൽ മെത്തഡ്. യോഗാത്മക ബുദ്ധി, യോഗാത്മക ചിന്ത എന്നതിന് പറയാം. യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു സമന്വയ ബുദ്ധി നമുക്ക് വാർത്തെടുക്കേണ്ടത്, നമ്മളിതിനെ കണ്ടെത്തേണ്ടത്. അത് ഒരർത്ഥത്തിൽ ഒരു സമന്വയ ബുദ്ധി നമ്മളിൽ വളർത്തിയെടുക്കണം നമ്മൾ. എങ്കിൽ നമുക്ക് ഒന്നും അന്യമായിട്ട് തീരില്ല, ഒന്നും വിരുദ്ധമായിട്ടും തീരില്ല. ആ സമന്വയ ബുദ്ധി ഉണ്ടെങ്കിൽ അത് ഏതൊരു ആചാര്യനും ഒരു സമ്പ്രദായമാണ് പഠിപ്പിക്കുക. ഞാൻ പലയിടത്തും പോയിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ അടുത്തുനിന്ന് വിട്ടതിന് ശേഷവും പല സ്ഥലങ്ങളിലും വേദാന്തത്തിൻ്റെ പല മഠങ്ങളുടെയും സമ്പ്രദായങ്ങളും പ്രകരണങ്ങളും ഒക്കെ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ചെല്ലുമ്പോൾ അവരുടെ സമ്പ്രദായം, അവരുടെ ഒരു മെത്തേഡാണ് അവർ പഠിപ്പിക്കുന്നത്. ആ മെത്തേഡ് മറ്റു പലതിനും വിരുദ്ധമായിരിക്കും, എതിരായിരിക്കും. ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് പഠിക്കുമ്പോൾ ചിലതിനെ നിരസിക്കുന്നുണ്ട്, നിഷ്കാസനം ചെയ്യുന്നുണ്ട്, നിരാകരിക്കുന്നുണ്ട്. അങ്ങനെ നിരാകരണത്തോടെയുള്ള ഒരു പഠനത്തിന് ഒരിക്കലും ഈ ലോകത്ത് സമാധാനവും ശാന്തിയും കൊണ്ടുവരാൻ പറ്റില്ല. എവിടെ നിരാകരണമുണ്ടോ അവിടെ ഞാൻ എൻ്റെ മതത്തെ സ്ഥാപിക്കുന്നുണ്ട്. എൻ്റെ മതത്തെ ഞാൻ സ്ഥാപിക്കുന്നതിൻ്റെ അത്ര തന്നെ തുല്യമായ ഒരു ശക്തി
എന്നിൽ നിന്ന് വേറൊന്നിനെ വെറുക്കുവാനും വേറൊന്നിനെ പുറത്താക്കുവാനുമുള്ള ഒരു ശക്തിയായിട്ട് എന്നിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നുണ്ട്. അത് ഗുരു നിത്യയിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഗുരു നിത്യയുടെ പ്രത്യേകത ഒരു സർവസമാശ്ലേഷിത്വം, ഓൾ എംബ്രേസിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. എല്ലാറ്റിനെയും സമന്വയിപ്പിക്കും. അത് ഗുരുവിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം നമ്മൾ ചിത്രകലയെക്കുറിച്ചും അതുവരെ ഒന്നുമില്ലാത്ത ഒരു വിചിത്രമായ താല്പര്യങ്ങളാണ് നമ്മളുടെയൊക്കെ. ചിത്രകലയെക്കുറിച്ചും റെംബ്രാൻഡിനെ കുറിച്ചും അതുപോലെ ഉള്ള ക്യൂബിസത്തിൻ്റെ വക്താക്കളായിട്ടുള്ള കലാകാരന്മാരെ കുറിച്ചൊക്കെ ഞങ്ങൾ പഠിക്കുകയാണ്. എന്തിനാ പഠിക്കണതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. കൗതുകം കൊണ്ടാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാം. സംഗീതത്തിൽ ബിഥോവൻ്റെ സിംഫണി അതൊക്കെ ഗുരു കേൾക്കുന്നത് കേട്ടിട്ട് നമ്മളും കേൾക്കും. ബിഥോവൻ്റെ സിംഫണി കേൾക്കുക, മൊസാർട്ടിൻ്റെ, ബാക്കിൻ്റെ ഒക്കെ ഗുരുവിൻ്റെ കയ്യിലുള്ള, നമ്മുടെ കൈവശമൊന്നുമില്ല. നമ്മൾ നിർധനരായിട്ടുള്ള മനുഷ്യർ സത്യാന്വേഷികളായ ഗുരുവിൻ്റെ അടുത്തെത്തി ഒരു കാസറ്റ് പോലും വാങ്ങിക്കാൻ കാശില്ലാതെ ജീവിക്കുന്ന കാലത്ത് ഗുരുവിന് എല്ലാം ഉണ്ട് അവിടെ. അസറ്റ്, നല്ല വാല്യബിൾ ആയിട്ടുള്ള അസറ്റാണ് അത്. ലോകത്തെ ഒട്ടനേകം ഉത്കൃഷ്ടമായ സിനിമകളുടെ കളക്ഷൻ, സംഗീതത്തിൻ്റെ കളക്ഷൻ, പുസ്തകങ്ങളുടെ കളക്ഷൻ, പിന്നെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നൊരു മഹാഗുരു. ഈ സാന്നിധ്യം ഒരാൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാലും കിട്ടുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിത്രകല, എനിക്ക് ചിത്രകലയിൽ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് വർണ്ണങ്ങളോട് വളരെ ഇഷ്ടമായിരുന്നു. ഗുരു ചിത്രം വരയ്ക്കുന്നു. ഗുരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ദിവസം ഗുരു ചിത്രം വരച്ച് അവിടെ പ്രാർത്ഥന ഹാളിലൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കും. അപ്പോൾ ചിലർ കൗതുകപൂർവ്വം അവരുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഞാനും ഒരിക്കൽ ഒരു ചിത്രം വരച്ചിങ്ങനെ വെച്ചിരുന്നു നമ്മളുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഗുരു ഇതിലേക്ക് ഇതാരാ വരച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ശുദ്ധിയാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മൂളിയുള്ളൂ ഒന്ന്, വേറൊന്നും പറഞ്ഞില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് എന്താ, നമ്മൾ ഗുരുവിനെ സന്തോഷിപ്പിക്കാനും ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചിരി കാണാനൊക്കെയാണ്, സന്തോഷത്തിൻ്റെ ഒരു ചിരി കാണാനൊക്കെ ചെയ്യുന്നത്. ഒരിക്കലൊരു ലേഖനം എഴുതി ഞാൻ. ഗുരുവിൻ്റെ ചിന്തകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിദ്യാഭ്യാസ ചിന്തകളാണ് ഗുരുവിൻ്റെ. അന്ന് പരിവർത്തനോന്മുഖമായ വിദ്യാഭ്യാസം ഒക്കെ കലാലയങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് ഗുരു ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നടരാജ ഗുരുവിൻ്റെ വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ എന്ന ഒരു കൃതി നടരാജ ഗുരു എഴുതിയിട്ടുണ്ട്. ഒക്കെ ഞാൻ കൗതുകപൂർവ്വം വായിക്കും. കാരണം എൻ്റെ ബാല്യത്തിൽ എനിക്ക് ഈ പഠനം തീരെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ വിദ്യാലയത്തിൽ പോകുമെങ്കിലും ക്ലാസ്സിൽ കയറുമായിരുന്നില്ല. അങ്ങനെ ഉഴപ്പി നടക്കുമായിരുന്നു. വിദ്യാഭ്യാസം എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അച്ഛനമ്മമാരെന്നെ നിർബന്ധിക്കുമായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്നെ സാധൂകരിക്കാനായിട്ട് എന്തെങ്കിലും ആശയങ്ങൾ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന കാലത്താണ് ഗുരു കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. അതുവരെ അധ്യാപകരുടെ പക്ഷത്തു നിന്നുള്ള വിദ്യാഭ്യാസ വീക്ഷണങ്ങളാണ് നമ്മൾ കേട്ടിരുന്നത്. ഗുരു ഒരു കുട്ടി സെൻറ്റേർഡ്, ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാനൊരു ലേഖനം എഴുതിയിട്ട് ആ ലേഖനത്തിൽ മാതാപിതാക്കളെയും അധ്യാപകരൊക്കെ നല്ലോണം വിമർശിച്ചിട്ട് എഴുതിയത്. അപ്പോൾ ഞാനത് എഴുതിയെങ്കിലും അത് വായിക്കാൻ എനിക്ക് ഗുരുവിന് കൊടുക്കാനൊരു രക്ഷയില്ല. ഞാൻ പോയിട്ട് കൊടുക്കുന്നത് ഔചിത്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷൗക്കത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ. ഷൗക്കത്ത് അത് വായിച്ച് ഗുരുവിനോട് പറഞ്ഞു, സ്തുതിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കിയതിന് ശേഷം ഗുരു, ഞാനും അപ്പോൾ പതുക്കെ വന്ന് ബാക്കിലിരുന്നു ഗുരു എന്താണെന്ന് പറയുന്നതെന്ന് അറിയാനായിട്ട്. എന്നിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞത് ഇങ്ങനെയാണ്: വിമർശനങ്ങൾ കുറയ്ക്കണം. വിമർശനങ്ങൾ നമുക്ക് വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. ലോകത്ത് വിമർശനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആകർഷണം തോന്നും. ഗുരുവിൽ വിമർശനങ്ങൾ, നമ്മൾക്ക് പല വിമർശനങ്ങളും ഗുരു നടത്തുമ്പോൾ എനിക്ക് വലിയ ആകർഷണം ഉണ്ടായിരുന്നു. പക്ഷെ വിമർശനം ഒരിക്കലും മനുഷ്യനെ, വിമർശനം എന്ന് പറഞ്ഞാൽ തീവ്രതരത്തിലാണ് വിമർശിക്കുന്നത്. അച്ഛനമ്മമാരെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സാർത്തിൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കുമായിരുന്നു എപ്പോഴും.
സാർത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല അച്ഛൻ ഒരു പ്രതിഭാസമാണ്. സാർത്തർ പറയുന്നതാണ്, നല്ല അച്ഛൻ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാകാനിടയില്ല. ഭാഗ്യത്തിന് എൻ്റെ അച്ഛൻ നേരത്തെ ചത്തുപോയി എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഭാഗ്യത്തിന് എൻ്റെ അച്ഛൻ നേരത്തെ ചത്തുപോയി, അല്ലെങ്കിൽ അയാളുടെ ഭാരം കൊണ്ട് ഞാൻ ചതഞ്ഞറിഞ്ഞു പോകുമായിരുന്നേനെന്ന് അദ്ദേഹം എഴുതിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളുടെ പിതാക്കന്മാരിൽ ഈ അച്ഛന്മാർ നമുക്ക് താടനങ്ങൾ ഏൽപ്പിക്കുന്ന, ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുക, പ്രകാശിക്കുക, അതിനുള്ളൊരു സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാതലെന്ന് ഗുരുവിലൂടെ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഈ നമ്മളുടെ വികാസത്തിന് വിഘാതമായി നിൽക്കുന്ന ശക്തികൾക്കെതിരെ അധിക്ഷേപിക്കാനുള്ള പ്രവണത അതിശക്തമാണ്. അത്തരം വിമർശനങ്ങൾ കുറയ്ക്കണം. അതല്ല അതിൻ്റെ കാതൽ. ഒരു ലേഖനത്തിൻ്റെ കാതൽ വിമർശിക്കലല്ല. നമ്മളെന്തോ ലോകത്തിന് നന്മ ചെയ്യുന്നുണ്ടോ, നന്മ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള പ്രകാശമാണ് ഒരു ലേഖനത്തിൽ ആദ്യം വരേണ്ടത്. അത് പിന്നീട് എനിക്ക് അതിനെ തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലും ഞാൻ വിമർശിക്കുമ്പോൾ വിമർശിക്കാതിരിക്കണം. ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും വിമർശിക്കേണ്ട ആളുകളെ, വിമർശിക്കാൻ മാത്രം നീ യോഗ്യനാണോ എന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കും. ഒരാളെ വിമർശിക്കണമെങ്കിൽ ഞാൻ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരാളായിരിക്കണ്ടേ എന്ന് ചിന്തിപ്പിക്കാൻ സഹായിച്ചതായിരുന്നു അതൊക്കെ. അപ്പോൾ പലമതസാരവും ഏകം എന്ന വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാൻ നമുക്ക്. ഞാൻ ഗുരുനിത്യയെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഗുരുനിത്യ സ്മരണ കൂടിയുള്ള സന്ദർഭമായതുകൊണ്ടാണ്. പലമതസാരവും ഏകം, ഇത് വളരെ വിഖ്യാതമായ ഒരു വാക്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 44-ാമത്തെ ശ്ലോകം മുതൽ 49-ാമത്തെ ശ്ലോകം വരെ ഒരു പ്രകരണം, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ പ്രകരണത്തിലാണ് ഗുരു മതത്തെക്കുറിച്ചുള്ള നല്ല നിരീക്ഷണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ലോകത്തിൽ ഒരിടത്തും തന്നെ ഇത്തരം ഉത്കൃഷ്ടമായ നിരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ 44-ാമത്തെ ശ്ലോകമാണ് പല മതസാരവും ഏകം എന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. ആ അമർന്നിടേണം എന്ന് പറയുന്നിടത്ത് ഒരു മാർദ്ദവം, ആ മാർദ്ദവവും തലോടലൊക്കെ നമ്മളിലൊക്കെ യുക്തികളുണ്ട്, സമർത്ഥിക്കാനുള്ള യുക്തി. ഈ യുക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് കേട്ടാലും എതിരിടുന്നത്, ശക്തമായിട്ട് എതിർക്കും. ആ എതിരിടുന്നത് നമ്മുടെ ഒരു വാദമാണ്. നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഒരു മോട്ടോ എന്ന രീതിയിൽ 1924 സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു ചേർത്തപ്പോൾ ഗുരു എഴുതി വെച്ച, അത് എന്താ പറയുക, സ്വർണ്ണലിപികളിൽ എഴുതണം എല്ലായിടത്തും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ്. അതാണ് സ്വർണ്ണലിപികളിൽ എഴുതുന്നത്. നമ്മളുടെ എല്ലാ സംഭാഷണങ്ങളിലും ആ കനിവ് നമ്മളിൽ ഉണ്ടാകണം. വാദിക്കല്ല, ജയിക്കലുമല്ല, അറിയാനും അറിയിക്കാൻ. ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് അറിയലാണ്, കേൾക്കുക എന്നുള്ളത് അറിയലാണ്. പറയുമ്പോൾ അയാളുടെ ജീവിതത്തിന് നന്മ വരണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. ആശയവിനിമയത്തിൻ്റെ ഒരു സാധ്യത കനിവാണ്. എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും ആധാരം, വിനിമയങ്ങളുടെയും ആധാരം കനിവാണ്. കനിവിൽ നിന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരാൾക്ക് നന്മ വരണം, ഒരാൾക്ക് ജീവിതത്തിന് സന്തോഷം ഉണ്ടാകണം, ആനന്ദമുണ്ടാകണം. ഗുരുദേവൻ്റെ മുഴുവൻ തത്വചിന്തയും, ഗുരുദേവൻ്റെ എല്ലാ കൃതികളും ഞാൻ ദീർഘകാലമായിട്ട് പഠിക്കുകയും മനനം ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഗുരു മുന്നോട്ട് വച്ചിട്ടുള്ളത് ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ആനന്ദമാണ് മനുഷ്യൻ എല്ലാവരും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ദുഃഖമല്ല. ദുഃഖത്തെ ആരും ധ്യാനിക്കുന്നില്ല.
യദാനന്ദപരം ധ്യാനം ഭക്തിരേവ ഉപദിശ്യതേ. ഭക്തി എന്ന് പറയുന്നത്, ഈ ഭക്തി എന്ന വാക്കിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഗുരുദ്വാരകളിലും മസ്ജിദുകളിലൊക്കെ പോകുന്നതാണ് ഭക്തി എന്നാണ് കരുതിയിരുന്നത്. അതല്ല, നമ്മളിൽ സഹജമായി ശയിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദത്തെ നിരന്തരമായി ഭജിക്കുന്നതാണ് ഭക്തി എന്നാണ് ഗുരു നിർവചിച്ചു വച്ചിരിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഒരു സഹജമായ പ്രേരണയുണ്ട്. ആ പ്രേരണ സുഖം വേണം, സുഖം വേണം എന്ന കാര്യത്തിലാണ്. ആരെങ്കിലും ഈ സുഖത്തിന് വിപരീതമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. ചില ആളുകൾ ദുഃഖത്തെ ബോധപൂർവം സ്വീകരിക്കുന്നവരുണ്ട്, ദുഃഖത്തെ കുറിച്ച് കവിതകൾ എഴുതുന്നവരുണ്ട്, ദുഃഖം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അസ്തിത്വമുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഡെക്കാർട്ടിൻ്റെ ഒരു വിഖ്യാതമായ വചനമുണ്ട്, ഐ എക്സിസ്റ്റ് ദെർഫോർ ഐ ആം, ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നാണ് അത്. ആ വചനം, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ദുഃഖിക്കുന്നു എന്നാണ്. ചിന്തിക്കുന്നവന് ദുഃഖമുണ്ട്, ഞാൻ ദുഃഖിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നാണ് ഡെക്കാർട്ട് സമർത്ഥിക്കുന്നത്. ചില ആളുകൾക്ക് ദുഃഖത്തിലൂടെയാണ് അവരുടെ ഉണ്മയെ കണ്ടെത്താൻ കഴിയുന്നത്. ആ ദുഃഖത്തിലൂടെയല്ല ഉണ്മയെ അന്വേഷിക്കേണ്ടതെന്ന് ഗുരു തിരുത്തുകയാണ്. നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങൾ ആനന്ദിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളുള്ളത്, നിങ്ങളുടെ ഉണ്മ ആനന്ദമാണ് എന്ന് ഗുരുവിൻ്റെ കൃതികളിലുടനീളം പലയിടങ്ങളിലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനന്ദക്കടൽ പൊങ്ങി താനീ പായുന്നിതാ പരന്നൊരുപോൽ, അത് സ്വാനുഭവഗീതി എന്നൊരു വളരെ മനോഹരമായൊരു കൃതി ഉണ്ട്. അതിൽ ആനന്ദക്കടൽ പൊങ്ങി താനീ പായുന്നിതാ പരന്നൊരുപോൽ, ഇത് എക്സ്പീരിയൻഷ്യലാണ്. നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്, ആനന്ദക്കടലിൻ്റെ നൈരന്തര്യമുള്ള ആന്തരിക അനുഭവം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ ആനന്ദക്കടൽ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമായിരിക്കാം. പക്ഷെ ഗുരുവിന് അത് അനുഭൂതിയായിരുന്നു. ഇംപീരിയൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് ഗുരു നിത്യം അതിനെ തർജ്ജമ ചെയ്യുന്നത്. ഇംപീരിയൻഷ്യൽ എക്സ്പീരിയൻസ്, എക്സ്പീരിയൻഷ്യൽ എക്സ്പീരിയൻസ് എന്നാണ് സാധാരണ നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുക. പക്ഷെ ഗുരു ഒരു വേർഡ് കോയിൻ ചെയ്തു അനുഭൂതിയെ പറയാനായിട്ട്. ഗുരു നിത്യ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഒരു വേർഡ് കോയിൻ ചെയ്തു, ഇംപീരിയൻസ് എന്നുള്ള വാക്കാണത്. ഇംപീരിയൻസ് എന്നതിന് അനുഭൂതി എന്നാണ് അർത്ഥം. അത്തരത്തിൽ ഒരു അനുഭൂതി നാരായണ ഗുരുവിനുണ്ടായിരുന്നു. ആ അനുഭൂതിയിൽ നിന്നാണ് ഗുരുവിൻ്റെ കൃതികളൊക്കെ ഉണർന്നു വന്നിട്ടുള്ളത്. ഗുരുദേവൻ്റെ കൃതികളൊക്കെ അഖണ്ഡാനുഭൂതിയിലും തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുകൃതി. അതെന്നാ അതിൻ്റെ ആനന്ദം, അത് കേൾക്കുമ്പോൾ തന്നെ ആനന്ദം. അത് ഉള്ള ആളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഗുരുദേവൻ്റെ തേൻ ഉറിഞ്ചി കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തേൻ തുമ്പിയുടെ അനുഭൂതി, ആ അനുഭൂതിയാണ് ഇംപീരിയൻസ് എന്ന രീതിയിൽ ഗുരു നിത്യ തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇത് പറയുന്നതിൻ്റെ കാരണം ഞാൻ മതത്തിൻ്റെ ഏകതയെക്കുറിച്ചാണ്. ഗുരുദേവൻ പല പേരുകളിലാണ് ശ്രീനാരായണ ഗുരുദേവൻ വിളിക്കപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു, നാരായണ ഗുരു, ഗുരുദേവൻ, പരമഹംസർ, നിരവധി പേരുകളിൽ വിളിച്ചാലും എന്താ നമ്മുടെ വിവക്ഷ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ഒരു മഹാത്മാവാണ്. ആ മഹാത്മാവിൻ്റെ പേരുകളുടെ ഇടയിലുള്ള തർക്കങ്ങൾ വളരെയധികം ഉണ്ടെന്നും പല പേരുകളിൽ വിളിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? നാരായണ ഗുരു എന്ന് പോരെ, ശ്രീനാരായണ ഗുരു എന്ന് വേണോ? എന്തിനാ ശ്രീ ചേർക്കുന്നത്? നാണുവാശാൻ എന്ന് പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയും ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പേരെന്ത് തന്നെയായാലും പേരിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ആദ്യന്തം ഈ മതത്തിൻ്റെ ഏകതയെ സ്ഥാപിക്കുക എന്നുള്ളത്, മതത്തിൻ്റെ ഏകതയെ വ്യക്തമാക്കുക, സ്ഥാപിക്കുക എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. പലതും സ്ഥാപിക്കുക എന്നുള്ളൊരു ഹിംസയാണ്. ശരിക്കും ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊരു ഹിംസയാണ്. അത് അനാവരണം ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ ഗുരുവിൻ്റെ വിഖ്യാതമായ ഒരു വചനം പറയുകയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്.
ഇത് ഒരു മുദ്രാവാക്യമാണെന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരിയാണത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഇതാണ് ആ ശ്ലോകം. അതിൽ ആദ്യത്തെ രണ്ട് വരിയാണ് നമ്മൾ എടുത്തിട്ട് പറയുന്നത്. അതിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇത് ഇന്ന് പലയിടങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഗുരുവിൻ്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ വളരെ സംശയമുണ്ടായിരുന്നു. ഗുരു പറയുന്നത് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ സി വി കുഞ്ഞിരാമൻ. ഈ സി വി കുഞ്ഞിരാമൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്ന് പല സന്ദർഭങ്ങളിൽ ഈ വാക്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഗുരുവിനോട് സംശയങ്ങൾ ഉന്നയിക്കുമായിരുന്നു. അത്തരം സംശയങ്ങളിൽ സി വി കുഞ്ഞിരാമൻ തന്നെ അത് ക്രോഡീകരിച്ച് ഒരു ലേഖനമാക്കിയിട്ട് എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. വളരെ പ്രസക്തമായ ഒരു ലേഖനമാണത്. ഗുരുദർശനത്തെക്കുറിച്ച്, ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, ഗുരുവിൻ്റെ ഉന്നതമായ വീക്ഷണത്തെക്കുറിച്ചൊക്കെ ചെറിയ ഒരു വേളയിൽ അത് മുഴുവനും നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ മതം എന്നതാണ് ഏറ്റവും സങ്കീർണമായ ഒരു പ്രഹേളികയായിട്ട് സി വി കുഞ്ഞിരാമൻ പറയുന്നത്. മനുഷ്യൻ ഒരു ജാതിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് ഗുരു തന്നെ എഴുതിയിട്ടുണ്ട്. മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി ഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്യവം ഹ തത്വം വേത്തി ഗോപിന. ഈ തത്വം ആരും അറിയുന്നില്ല. അത് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, അതിൽ സംശയമില്ലല്ലോ എന്ന് കുഞ്ഞിരാമൻ തന്നെ അതിൽ പറയുന്നുണ്ട്. ഇനി ദൈവം ഒന്നേയുള്ളൂ, അതിലും ആളുകൾക്ക് തർക്കമൊന്നുമില്ല. നാസ്തികന്മാരും ആസ്തികന്മാരും നാസ്തികന്മാർക്ക് ഈ വക പ്രശ്നങ്ങളില്ല. ആസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സമാനമായ സമവായത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് എന്ന് കുഞ്ഞിരാമൻ പറയുന്നുണ്ടെങ്കിലും ഗുരു പറഞ്ഞ മതം എന്നത് എന്താണെന്ന് ഇന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന്. ഗുരു പറഞ്ഞ ഏകമതം എന്താണെന്ന്. അപ്പോൾ ഈ ഏകമതം എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് തീർച്ചയായിട്ടും വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഗുരു ഹിന്ദു മതത്തെക്കുറിച്ചാണോ പരോക്ഷമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ സ്ഥാപിക്കാനാണോ ഗുരു ശ്രമിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ പറയുമായിരുന്നു ഗുരുവിൻ്റെ കാലത്ത് തന്നെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് നല്ലത്. ബുദ്ധമതം നല്ലൊരു മതമാണ്, ഇന്ന് ഉള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും സ്വീകാര്യമായത് ബുദ്ധമതമാണ് എന്നൊക്കെ കരുതുന്നവരുണ്ട്. അപ്പോൾ സി വി കുഞ്ഞിരാമനും ഒരു ബുദ്ധമതത്തിനോട് ആനുകൂല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഗുരുവിനോട് ഈ ചർച്ച വന്നപ്പോൾ സി വി കുഞ്ഞിരാമൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മളുടെ ഏകമതത്തെക്കുറിച്ചിട്ട് സി വി കുഞ്ഞിരാമൻ്റെ അഭിപ്രായം ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ചർച്ച തുടരുന്നത്. അത് വലിയൊരു ലേഖനമാണ്. അതിൽ ഗുരു മുന്നോട്ട് വയ്ക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അതിൽ ഞാൻ പറയുന്നുള്ളൂ. ഒന്നിനെയും ഇതുമാത്രം ശരിയെന്നും പ്രമാണമാക്കേണ്ട, എല്ലാറ്റിനെയും ശരിയേതെന്നുള്ള അന്വേഷണത്തിന് ഉപകരണമാക്കാം. ഗുരു മുന്നോട്ട് വെച്ചൊരാശയമാണ്. ഒന്നിനെയും ഇതുമാത്രം ശരിയെന്ന് പ്രമാണമാക്കേണ്ട, എല്ലാറ്റിനെയും ശരിയേതെന്നുള്ള അന്വേഷണത്തിന് ഉപകരണമാക്കാം. ഈ ആശയം നമ്മൾ എടുക്കുമ്പോൾ എല്ലാ മതത്തിനും ഒരു പ്രമാണ ഗ്രന്ഥവും അതിൻ്റെ ആ ഗ്രന്ഥത്തോട് ചേർന്നുകൊണ്ട് ഒരു പ്രവാചകനോ ഒരു ദൈവപുത്രനോ ഒരു ആത്മസാക്ഷാത്കൃതനോ മഹാത്മാവോ ഒക്കെ അതിനോടനുബന്ധമായിട്ടുണ്ടാവും ആ ഗ്രന്ഥത്തോട്. അപ്പോൾ ആ മതത്തിൻ്റെ പ്രമാണം അതാണ്. ഈ പ്രമാണത്തിന് വിരുദ്ധമായതെല്ലാം മതവിരുദ്ധമാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സ്വമതഭക്തിയും പരമത നിന്ദയും മനുഷ്യന് സ്വാഭാവികമായിട്ട് വരാം. അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരു ഏകമതത്തെക്കുറിച്ച് സംസാരിച്ചത്. ആ ഏകമതം എന്ന് പറയുന്നത് ഒരു മതമല്ല ശരിക്കും. ആ ഏകമതം എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാവരും അന്വേഷിക്കുന്നത് എന്താണ്? മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങളും ഒക്കെ നിരന്തരമായി അന്വേഷിക്കുന്ന എന്താണ്? ഒരു പുഴു എഴഞ്ഞു കൊണ്ടുപോകുന്ന നേരത്ത് ആ പുഴുവിനെ ഒരു ഉറുമ്പ് കടിച്ചു എന്ന് വിചാരിച്ചു.
ആ പുഴു എന്ത് ചെയ്യുക? ആദ്യം പെടയും. അപ്പോൾ ഒരു പുഴു പെടയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും നമ്മൾ. എന്തിനാ ആ പുഴു ഉറുമ്പ് കടിച്ച് പെടഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? സുഖത്തിലേക്ക് തിരിച്ചു വരാനാണെന്നാണ്. ഒരു പുഴു പെടയുന്നത് എന്തിനാ? സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും സുഖത്തിലേക്ക് തിരിച്ചു വരാനുള്ള പിടപ്പുകളാണ്. മനുഷ്യ ജീവിതത്തിലും എല്ലാവരും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുഖത്തിലേക്ക് 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 എന്നുള്ളതാണ്. അപ്പോൾ സുഖം എന്നുള്ളതിനെ ആനന്ദം എന്ന പദം കൊണ്ടൊക്കെ പലയിടത്തും ഗുരു പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം. ഇതാണ് ഏകമതം എന്ന് നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുമ്പോൾ ഇത് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കാം. എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ട് നമ്മൾ ഏകമതത്തെ മാത്രം പഠിക്കുന്നു? മതത്തിൻ്റെ സാരമാണ് ഏറ്റവും പ്രധാനം. മതത്തിന് അഭ്യന്തരം എന്നും ബാഹ്യമെന്നും രണ്ട് രൂപങ്ങളുണ്ട് എന്ന് ഗുരു CV കുഞ്ഞിരാമനുമായിട്ടുള്ള ചർച്ചയിൽ പറയുന്നുണ്ട്. അതിൽ ബാഹ്യരൂപങ്ങളാണ് ഈ വൈവിധ്യമാർന്നിരിക്കുന്നത്. ബാഹ്യരൂപത്തിനാണ് പല വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ഉള്ളത്. ഈ ബാഹ്യമായിട്ടുള്ള രൂപത്തിന് മാറ്റം വന്നതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാകണമെന്നില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളും ബാഹ്യരൂപത്തിൽ മാത്രമാണ് മതം എന്ന് കരുതുമ്പോൾ ആ മതം വളരെ ദൂഷിതമായ മതമായിട്ട് തീരും. എന്നാൽ മതത്തിനൊരു ആന്തരികതയുണ്ട്. അത് ആണ് മതത്തിൻ്റെ സാരം. ഈ മതത്തിൻ്റെ സാരം മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യൻ പരിവർത്തനത്തിന് വിധേയമായി തീരുന്നത്. അപ്പം മനുഷ്യൻ നല്ല മനുഷ്യനാകണം എന്നുള്ളത് ഗുരു ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ നല്ല മനുഷ്യൻ എന്നുള്ളത് ഇന്നും ജീവിത അന്വേഷണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നല്ല മനുഷ്യൻ ആരാ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? ഞാൻ നല്ല മനുഷ്യനല്ലേ എന്ന് നമ്മൾ സ്വയം ചോദിക്കും. അങ്ങനെയല്ല, ഒരു മാനദണ്ഡം വേണമല്ലോ നല്ല മനുഷ്യന്. അത് ഞാൻ ആത്മോപദേശ ശതകവും ഗുരുവചനങ്ങളും പറയുന്നത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നു എന്ന് പറയാനല്ല. ഗുരു നിത്യചൈതന്യതയുടെ ആന്തരിക സൗന്ദര്യത്തെ വാർത്തെടുത്തിട്ടുള്ള ആ മഹാവാക്യങ്ങൾ നിങ്ങൾ കൂടി അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല മനുഷ്യൻ ആരാണ്? അപ്പോൾ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. രണ്ട് വ്യക്തിത്വങ്ങളെയാണ്, രണ്ട് പേഴ്സണാലിറ്റി ടൈപ്പുകളാണ് ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൃപണൻ എന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ്, കൃപാലു എന്നൊരു പേഴ്സണാലിറ്റി ടൈപ്പ്. ഇതിൽ കൃപാലുവാണ് നല്ല മനുഷ്യൻ എന്ന് അതിൽ നിന്ന് നമുക്ക് ഒരു മനുഷ്യൻ്റെ കൃപാലുത്വം എവിടെ വരുന്നത്? വേറൊരു മനുഷ്യൻ്റെ വേദനയിൽ ആ വേദനയ്ക്ക് നിവാരണം ഉള്ള ഒരു അവബോധം അവൻ്റെ ഉള്ളിലുണ്ട്. അത് കരുണ കൊണ്ട് അവൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ വേദനയും ദുഃഖവും മാറ്റാനുള്ള ഒരു നിരന്തരമായ ആന്തരികമായ ഒരു എണ്ണ പോലെയുള്ള പ്രവാഹമാണ്. അപരനിലേക്ക് നാം ഹൃദയമൊഴുക്കുക. അത് ആ ഹൃദയം അപരന് വേണ്ടി ഉരുക. ഇത് ആണ് ഒരു നല്ല മനുഷ്യൻ്റെ ആന്തരികതയുടെ സവിശേഷതയും സൗന്ദര്യവുമായിട്ട് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ഇത് നാരായണ ഗുരുവിനെ നമുക്ക് കാണാനോ അടുത്തിരിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ നാരായണ ഗുരുവിൻ്റെ ഈ ആന്തരിക സൗന്ദര്യത്തിൻ്റെ മുഴുവനും ആവാഹിച്ചെടുത്ത ഗുരു നിത്യ ചൈതന്യതയുടെ അടുത്തിരുന്നപ്പോൾ ആ കരുണ, അത് ഒരു കടുത്ത കരിങ്കല്ലിനെ കൊത്തി അതിൽ നിന്ന് അല്പമെങ്കിലും ചെറിയൊരു ശില്പഭംഗിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് ഞാനും എന്നിൽ വിചാരിക്കും. ഞാനും ഒരു കരിങ്കല്ലായിരുന്നു, പരുപരുത്ത കരിങ്കല്ല്. അപ്പോൾ ആ കരിങ്കല്ലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഗുരു. വലിയ ശില്പമല്ലെങ്കിലും ഒരു ചെറിയ ശില്പത്തെ കൊത്തിയതായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു എന്നറിയില്ല, അത്രേ ഉള്ളൂ. എവിടെയൊക്കെയോ തേരാപ്പാര. ഈ തേരാപ്പാര ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് മനുഷ്യന് ഒരു സുഗന്ധമുണ്ടെന്നും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്ന ആ സുഗന്ധം ആണ് ജീവിതത്തിൻ്റെ സുഗന്ധം എന്നൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഉന്നത ആശയങ്ങൾ ജീവിതത്തിലേക്ക് സംശീകരിക്കാനും ഒക്കെ
ആ മഹാഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നൊന്നും ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. അതൊരു അതിക്രമമാണ് പറയുന്നത് തന്നെ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുകയാണ് ഉള്ളിൽ, ആ തോന്നലുകളൊക്കെ അസ്ഥാനത്താണ്. ചിലപ്പോഴൊക്കെ ചില സമയത്തിൽ അസ്ഥാനത്താണ് നമുക്ക് കഴിയുന്നു എന്നൊക്കെ പറയുന്നത്. എന്നിരുന്നാലും ആത്മവിശ്വാസം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മതം എന്നത് ഇന്ന് പലയിടങ്ങളിലും കലഹത്തിനും ശണ്ഠയ്ക്കൊക്കെ ഇടവരുത്തുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണമെന്ന് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഒരു താല്പര്യമായിരുന്നു. 1924 ആ സമ്മേളനത്തിന് ശേഷം വർക്കല ശിവഗിരിയിൽ ഒരു മതമഹാപാഠശാല ഉണ്ടാക്കാനായിട്ട് ഗുരുദേവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് 1924 5 ലക്ഷം രൂപ സമാഹരിക്കാനായിട്ട് ഗുരു ഉദ്ദേശിച്ചു. 5 ലക്ഷം, ഇന്ന് തന്നെ നമ്മുടെ കയ്യിൽ 5 ലക്ഷം ജീവിതത്തിൽ കിട്ടാനില്ല. അന്ന് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ബൃഹത്തായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നളന്തയോ തക്ഷശിലയോ ഒക്കെ സർവകലാശാല പോലെയുള്ള ഒരു വലിയ എല്ലാ മതങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ളൊരിടം ആണ് ഗുരു വിവക്ഷിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഈ പൈനാടുത്തച്ഛൻ്റെ ഈ സ്ഥലം ഒരു മിനിയേച്ചർ മതമഹാപാഠശാലയാണ്. നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് ഇവിടെ. ആ ലൈബ്രറിയിൽ പോയപ്പോൾ അതിൽ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അച്ഛന് ഗ്രന്ഥങ്ങളോട് എത്രമാത്രം ഹൃദയാർപ്പണമുണ്ടെന്ന് മനസ്സിലാകും. ഡീഹ്യൂമിഡിഫൈ ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ ദ്രവിക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനപ്പോൾ ആലോചിച്ചു, എൻ്റെ പുസ്തകങ്ങളൊക്കെ എന്നും ദ്രവിച്ചു പോവുകയാണ്. പഴയ പുസ്തകങ്ങളൊക്കെ ദ്രവിച്ചു തുടങ്ങിയല്ലാതെ നമുക്ക് ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ അച്ഛനിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ചെയ്താൽ പുസ്തകങ്ങൾ ദ്രവിക്കില്ല എന്നുള്ള ഒരു അറിവും എനിക്ക് അച്ഛൻ്റെ ലൈബ്രറി കണ്ടപ്പോൾ ഉണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, മതം എന്നത് അഭ്യന്തരം ബാഹ്യം എന്ന് 2 വശമുണ്ട്. അതിൽ അഭ്യന്തരമായ മതം ആണ് നമ്മൾ ആനന്ദ അന്വേഷണമായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരും ആനന്ദത്തെ അന്വേഷിക്കുന്നു, സുഖം അന്വേഷിക്കുന്നു. എല്ലാവരും സന്തോഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് വേറൊരാൾക്ക് ദുഃഖം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ദുഃഖം വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജാഗ്രത, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും വേറൊരാൾക്ക് ദുഃഖം വരികയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജിലൻ്റ് അല്ല, അലേർട്ട് അല്ല എന്ന് മനസ്സിലാക്കാം. നമുക്ക് അവബോധത്തിൽ എപ്പോഴും മങ്ങലേൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് എത്രമാത്രം നമ്മുടെ കർമ്മത്തിൽ, ഞാൻ തൃപ്പൂണിത്തുറ ഗുരുകുലത്തിൽ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു അവധൂതൻ അതിലൊക്കെ വരുമായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി വന്ന്, ഞാൻ നല്ല ചെടികളൊക്കെ ഗുരുനിത്യയുടെ സൗന്ദര്യത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് നല്ല ചെടികളും പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും, നല്ല ചട്ടികളിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിങ്ങളൊരു സന്യാസിയായിരിക്കുന്നു, എന്നിട്ട് ആ ചെടിക്ക് ചട്ടി വെച്ചിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു. ഇതാണോ നിങ്ങളുടെ വീക്ഷണം എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഒരു ചെടിയെ ചട്ടിയിൽ വയ്ക്കുന്നതാണോ സ്വാതന്ത്ര്യം? അതിന് പുറം സ്ഥലങ്ങളിൽ തുറന്നു വിടണം അതിൻ്റെ വേരുകളെ. അപ്പം ഞാൻ വിചാരിച്ചു, എത്രയും ജാഗ്രതയില്ലാത്ത, വിജിലൻസ് ഇല്ലാത്ത ഒരു ജീവിതമാണ് എൻ്റേത്. ഒരു ചെടിക്ക് പോലും അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്ന ജീവിതമാണോ ഞാൻ ചെടിച്ചട്ടിയിൽ ഒരു ചെടി വെച്ചിട്ടുണ്ടാക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അത്രയും ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം ഒരു ജീവിയെ കൂട്ടിലടച്ച് വളർത്തുകയും ചെയ്യും. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ഒരു ചെടിയെ ചട്ടിയിൽ വെച്ച് വളർത്തുകയും ചെയ്യും. അത് വിരുദ്ധമായിട്ടുള്ളൊരു വീക്ഷണമാണെന്ന് എൻ്റെ ഉള്ളിൽ അപ്പം തന്നെ തോന്നി എനിക്ക്. ഞാൻ ആ ചെടിച്ചട്ടിയിൽ നിന്ന് ആ ചെടിയൊക്കെ പറിച്ച് മുറ്റത്ത് കുഴിയെടുത്ത് അവിടെ കുഴിച്ചിട്ടു. അപ്പോൾ അത് ഒരർത്ഥത്തിൽ നമ്മൾ എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണം, എൻ്റെ കർമ്മത്തിൽ നിന്ന് അല്പം പോലും വേദന വേറൊരാൾക്കുണ്ടാകരുത് എന്നുള്ള ജാഗ്രത. ഈ ജാഗ്രതയല്ലേ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. ആളുകൾ ചോദിക്കുക, എന്താ എൻലൈറ്റൻമെൻറ്റ് എന്ന്. എൻലൈറ്റൻമെൻറ്റിൻ്റെ അടിസ്ഥാനം ഇതാണ്. ബോധോദയം എന്ന വാക്കിൻ്റെ അടിസ്ഥാനമാണ്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ബുദ്ധൻ ദുഃഖമാണ് ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട് ആദ്യം തന്നെ കണ്ടത്. ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷമായിട്ട്, നിർവ്വാണമായിട്ട് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഇനി ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ തീരുകയൊന്നുമില്ല.
പക്ഷേ എവിടെ വേണമെങ്കിലും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. അതാണ് ഗുരു. ഒരു സാഗരം പോലെ കിടക്കുന്നു, അനാദ്യന്തമായ ഒരു സാഗരം. ആ സാഗരത്തിൽ എവിടെ നിന്ന് കോരി കുടിച്ചാലും മധുരം, എവിടെ നിന്ന് നമുക്ക് നുണയാം. അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മനോഹരമായ ഹൃദയാർപ്പിതരായിട്ടുള്ള ശ്രോതാക്കളുള്ള ഒരു ഇടത്ത് വന്ന് പ്രിയ സുഹൃത്തായ ഷൗക്കത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ നിങ്ങൾ പലയിടത്തും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പലരും എനിക്കും പരിചയമുള്ളവരാണ്. ഇതിൽ പല മുഖങ്ങളും പല ആളുകളെയും എനിക്ക് പരിചിതരാണ്. അതും സന്തോഷമുണ്ടാക്കുന്നതാണ്. എല്ലാവരും പരിചിതരാണ്. ഇതൊക്കെ ഒരു ഫോർമലായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പരിചിതരാണ്. കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒരാളെ കാണാം നമുക്ക്, അയാൾ നമുക്ക് പരിചിതരാണ്. അത് എവിടെയോ നമ്മൾ പരിചയപ്പെട്ടതുപോലെയുള്ളൊരു പരിചയം കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പുറമൂടിയിലുള്ള പരിചിതത്വമൊന്നുമല്ല പരിചിതത്വം എന്നുള്ളത്. അതിൻ്റെ അകത്തൊരു പരിചിതമുണ്ട്. ഞാൻ വരുന്ന നേരത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഷൗക്കത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു മൗലവി വരുന്നുണ്ടായിരുന്നു. പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനെ വിട്ടുപോയി. ഞാനത് അത്രയും ഓർമ്മക്കുറവുള്ള ഒരാളാണ് ഞാൻ. അത്രയും ജാഗ്രതയില്ല. ജാഗ്രതയെക്കുറിച്ച് പറയുമ്പോഴും ഒരു സെൻറ്റ് മാസ്റ്ററുടെ കഥയാണ് ഞങ്ങളിതൊക്കെ പറയുമ്പോൾ. എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ചൊക്കെ ആദ്യകാലത്ത് ഞാനും ഷൗക്കത്തൊക്കെ ചർച്ച, എന്താ എൻലൈറ്റൻമെൻ്റ് എന്നൊക്കെ ചർച്ചകളാണല്ലോ നമുക്ക്. എൻലൈറ്റൻമെൻറ്റ് എന്താണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻലൈറ്റൻമെൻറ്റ് എന്തെന്ന കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഗുരുനിത്യ മൗനമന്ദഹാസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മൗനമന്ദഹാസത്തിലൊരു കഥയുണ്ട്. ഒരു സെൻറ്റ് മാസ്റ്റർ, ആ സെൻറ്റ് മാസ്റ്റർ ഒരു ചെറിയ പർണശാലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സെൻറ്റ് മാസ്റ്ററെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജ്ഞാനിയായി, എൻലൈറ്റൻഡായി, എനിക്ക് ഗുരുവിൻ്റെ അടുത്തുനിന്ന് പോകണം എന്ന് പറയാനാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഗുരുവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണം. ഗുരുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഗുരു അകലെന്ന് കാണുന്നത്, അവൻ്റെ വരവ് തന്നെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഔദ്ധത്യത്തോടുകൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന ശിഷ്യൻ്റെ കൈവശത്തിൽ ഒരു വടിയുണ്ട്. ഇങ്ങനെ വടി കുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പർണശാലയിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം ചെരുപ്പ് ഊരി വെച്ചു, വടി അവിടെ ചാരി വെച്ചു. എന്നിട്ട് ഗുരുവിനെ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ബോധോദയമുണ്ടായി, ഞാൻ ഗുരുവിനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു. വടി ഉണ്ടായിരുന്നു ഗുരു. നിൻ്റെ ചെരുപ്പിൻ്റെ ഇടതുവശത്താണോ വലതുവശത്താണോ അത് വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാളത് ഓർത്തതേയില്ല. അയാൾ അത്രയും വിജിലൻ്റ് ആയിരുന്നില്ല. ഇടതുവശത്താണോ വലതുവശത്താണോ വെച്ചത്. അപ്പോൾ തല ചൊറിഞ്ഞുകൊണ്ട് ശിഷ്യൻ നിന്നു, ഇടതാണോ വലതാണോ എന്നറിയാതെ. ഇത്രയും ബോധമില്ലാത്ത നീയാണോ ബോധോദയം ഉണ്ടായെന്ന് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ച് ആ ശിഷ്യന് ശകാരിച്ച് പറഞ്ഞു വിട്ടു, തിരിച്ചയച്ചു. അപ്പം നമ്മൾ ബോധോദയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും പല ബോധങ്ങളും ഇല്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ ബോധം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉണ്ടാകണം. അതൊക്കെയാണ് മഹാഗുരുക്കന്മാർ എത്ര ജാഗ്രതാണെന്ന് പറയുന്നത്. അവരുടെ സവിധത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇരുണ്ട ബോധത്തിൻ്റെ ഉള്ളറകളിലൊക്കെ ഉണർന്നു വരാൻ തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ ഗുരുക്കന്മാരുടെ ആ വലിയ സാന്നിധ്യം ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് എന്നാണ് ഉണ്ടാകുന്നത്, അതൊരു മഹാസൗഭാഗ്യമാണ്. അത് സ്വാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതിനുള്ള ഒരു സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനി എന്തെങ്കിലും ചെറിയ സംവാദങ്ങളോ ചർച്ചകളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. വലിയ സന്തോഷമാണ്. അതൊക്കെ ഒന്നും മറച്ചു വയ്ക്കാനൊന്നുമില്ല, എല്ലാം തുറന്നു പറയാവുന്നതാണ് ജീവിതത്തിൽ. അപ്പോൾ വലിയ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം.